നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും 50 രൂപ വാങ്ങി ശേഖരിച്ച മാലിന്യങ്ങൾ വഴിയോരത്ത് ഉപേക്ഷിച്ച് കാണുന്നതായി വാർഡ് മെമ്പർ മാധവദാസ് പരാതിപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വാർഡിൽ 21 ദിവസമായി പല സ്ഥലങ്ങളിലെ ഡംപ് ചെയ്തിട്ടുള്ള മാലിന്യങ്ങൾ ദുർഗന്ധം വമിക്കുന്നതായും പട്ടികൾ കടിച്ചു വലിച്ച് റോഡിൽ ഇഴഞ്ഞു നടക്കുന്നതായും പരാതിപ്പെടുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയോട് പരാതിപ്പെട്ടിട്ട് ഒരു ഫലമില്ലാത്ത സാഹചര്യത്തിൽ വാർഡ് മെമ്പർ മാധവദാസ് ഈ മാലിന്യങ്ങൾ സ്വന്തമായി ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഓടിച്ച് അതിൽ കയറ്റി പഞ്ചായത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അത് പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടികൾ നമുക്ക് ലൈവായി തന്നെ കാണാം. സെക്രട്ടറിയോട് പലതവണ പറഞ്ഞിട്ടും സെക്രട്ടറി വളരെ മോശമായ രീതിയിലാണ് പ്രതികരിച്ചതെന്ന് മാധവദാസും പറയുന്നു. ഇതിന് ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വാർഡ് മെമ്പർ തന്നെയാണ് ഓട്ടോറിക്ഷ ഓടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത്. എന്നിട്ടും നടപടി ആയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നമസ്കാരം. നമ്മൾ ഇവിടുത്തെ 8-ാം വാർഡ് മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന കൂട്ടിവെച്ചിട്ടുള്ള വേസ്റ്റുകൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അനാസ്ഥ മൂലം എടുക്കാതെ നായ്ക്കൾ വലിച്ചു കയറി റോഡിലിടുകയാണ്. ജനങ്ങൾ നിരന്തരം പരാതി. ഏകദേശം 2 ആഴ്ച ഈ കാണുന്ന പുറകിൽ കാണുന്ന വേസ്റ്റ് പല ഭാഗങ്ങളിലായിട്ട് ഇതുമാതിരി ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിൽ നിലവിൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അനാവശ്യമായിട്ട് കുറേ ചീത്ത പറയുകയൊക്കെ ഉണ്ടായി. ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മളെ ഒരുപാട് മോശമായിട്ട് ചിത്രീകരിച്ചു, ചീത്ത പറഞ്ഞു ഫോണിൽ കൂടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വേസ്റ്റ് നമ്മുടെ ചിലവിൽ തന്നെ പഞ്ചായത്തിന് വേണ്ടി ഹരിതകർമ്മസേന അടുത്ത് 50 രൂപ വാങ്ങിയിട്ടാണ് പിരിച്ചിട്ടാണ് എല്ലാ വീടുകളിൽ നിന്നും വാങ്ങിയിട്ടാണ് ഇത് വേസ്റ്റ് കൊണ്ടുപോകേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്തം അവർ ചെയ്യാത്ത കൊണ്ട് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വന്തമായി ഈ വേസ്റ്റ് എടുത്തിട്ട് പഞ്ചായത്തിൽ കൊണ്ടിട്ട് പ്രതിഷേധിക്കാനാണ് ജനകീയമായിട്ട് തീരുമാനം. അപ്പോൾ ഞാനത് ചെയ്യുകയാണ്. അല്ല, അപ്പോൾ വണ്ടി വിളിക്കുന്നതൊക്കെ മെമ്പറിൻ്റെ അതേ ചിലവിൽ? അതെ, എൻ്റെ ചിലവിൽ തന്നെ ഞാൻ വിളിക്കാൻ തീരുമാനിച്ചു. കാരണം പഞ്ചായത്തിൽ നിന്ന് വണ്ടിയുണ്ട്. പഞ്ചായത്തിലെ വണ്ടി ഒരു കേസിൽപ്പെട്ടിട്ട് അവിടെ കിടക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ. അത് വണ്ടി ഇറക്കാനെല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ സെക്രട്ടറി വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത പറഞ്ഞു, വണ്ടി ഇറക്കാൻ പോകാൻ പറ്റില്ല. മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നെ കുറേ ചീത്തയും പറഞ്ഞു അയാൾ. പ്രസിഡൻറ്റിനും അതിന് ഉത്തരവാദിത്തം, ASനെയും അവിടെ കാണാനില്ല. പഞ്ചായത്തിൽ സ്റ്റാഫുകളേ ഇല്ല ഒന്നും ചോദിക്കാൻ. അപ്പോൾ നമ്മളിനി ജനകീയമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാധനങ്ങളെടുത്ത് അവിടെ കൊണ്ട് ഡംപ് ചെയ്യാനാണ് തീരുമാനം. എടുക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 2 ആഴ്ചയുണ്ടോ ഏകദേശം. വല്ലാത്തൊരു ശല്യമാണോ അല്ലേ? നായ്ക്കളൊക്കെ വന്നിട്ട് ചിലപ്പോൾ കടിച്ചു കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ മാലിന്യങ്ങൾ നായ കടിച്ചിട്ടും കുപ്പിച്ചില്ല് തുടങ്ങിയവ റോട്ടിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാൽനടയായിട്ട് പോകുന്നവർക്കൊക്കെ കുപ്പിച്ചില്ല് കുത്തുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് മാധവദാസ് പറയുന്നു. 2 ആഴ്ചയായിട്ട് ഇവിടെ മാലിന്യം മാറ്റിയിട്ടില്ല. അത് ഇവിടെ തന്നെ കിടക്കുന്ന നായ്ക്കളൊക്കെ അതിനെ വലിച്ച് എടുക്കുന്നുണ്ട്. നായ്ക്കളൊക്കെ വലിച്ച് റോഡിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 50 രൂപ വീതം കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. താങ്കളുടെ വീട്ടിൽ നിന്നും മേടിക്കുന്നുണ്ട്, അവിടുന്ന് മാലിന്യം എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് റൂമിൽ വേസ്റ്റ് വെച്ച് അത് ഇതാവണ്ട മതി കാണിച്ചോട്ടോ. തെറി ഉത്തരവാദിത്തമില്ല. വിളിച്ചപ്പോൾ തെറി വിളിക്കുക നമ്മളെ.
വിളിച്ചപ്പോഴേ ചീത്ത വിളിക്കുക പഞ്ചായത്തിന് വേസ്റ്റ് എടുക്കേണ്ട നാണമില്ല നമ്മൾ നാണം കേട്ടവനെയെന്ന് നമ്മളെ ഒരെണ്ണം വിളിക്കുന്നു അല്ല അത് നമ്മളൊരു ഡീസൻസ് നമ്മൾ കാണിക്കണം നിമിഷം കവർ ചെയ്തത് കവർ ചെയ്തു ഒരു 50 രൂപ കൊടുത്തിട്ട് വേണം എനിക്ക് വാടുന്ന ചീത്ത വെക്കണേ വീട് പണിയാനായിരുന്നു. മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഒരു 7-ാം വാർഡിലും 5-ാം വാർഡിലുമായിട്ട് 10-21 ദിവസമായിട്ട് വേസ്റ്റ് എടുത്തിട്ട് ഹരിതകർമ്മസേന വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് അത് ശേഖരിച്ച് വെച്ചിട്ടാണ് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അത് MCF-ൽ കൊണ്ട് നിക്ഷേപിക്കുക. പക്ഷേ 21 ദിവസമായിട്ട് ഈ പ്രവൃത്തി ചെയ്യാത്തത് മൂലം വേസ്റ്റ് അടിഞ്ഞുകൂടിയിട്ട് അത്രയും ദുർഗന്ധം വമിക്കുന്നതായിട്ടുള്ള രീതി എല്ലാവരുടെയും അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 7-ാം വാർഡ് മെമ്പർ സെക്രട്ടറിനെ വിളിച്ച സമയത്ത് 7-ാം വാർഡ് മെമ്പറിന് അസഭ്യം പറയുകയും ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയും ചെയ്തത് മൂലം അതിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള വേസ്റ്റ് മുഴുവൻ പഞ്ചായത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ ഇന്ന് നടത്തുന്ന CPM ഇന്ന് നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയുടെ അതിൻ്റെ അർത്ഥം ഇതാണോ? ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വാർഡിലെ മുഴുവൻ വേസ്റ്റും എടുക്കാൻ തന്നെ അവർക്ക് കഴിയുന്നില്ല. പിന്നെ എന്ത് വികസനമാണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ജാഥയുമായിട്ട്? ഇതാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.